പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പങ്കുവെക്കാനുള്ളത് അടുത്ത ആഴ്ചത്തെ റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ള മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ്. നിലവിലെ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ഡൊമിനിക് മെയ്സ്റ്റീരിയോ നമ്പർ 1 കണ്ടൻഡറായ പെൻഡ എന്ന റെസ്ലറിനെതിരെ ചാമ്പ്യൻഷിപ്പ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ റോമൻ റീൻസ് റിട്ടേൺ ചെയ്തു വരുന്ന ഒരു സെഗ്മെൻറ്റും അടുത്ത റോ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഗുന്തർ വേഴ്സസ് ഡ്രാഗൻ ലീ തമ്മിലുള്ള ഒരു മത്സരം കൂടി അടുത്ത റോ എപ്പിസോഡിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരങ്ങളുടെ റിസൾട്ടിനെ സംബന്ധിച്ചാണ്. തുടക്കത്തിലെ നമുക്ക് കാണാൻ സാധിച്ചത് മെൻസ് എലിമിനേഷൻ ചേംബർ ക്വാളിഫയർ മത്സരമായിരുന്നു. 6ാമത്തെ സ്പോട്ടിന് വേണ്ടി നടന്ന മത്സരത്തിൽ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ജെ ഊസോ, എൽ ഗ്രാൻഡെ അമേരിക്കാനോ, ദ വിഷൻ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്ത് വന്ന ബ്രോൺസൺ റീഡ് തുടങ്ങിയ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരം ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ബ്രോൺസൺ റീഡിൻ്റെ കൈക്ക് ഇഞ്ചുറി പറ്റുന്നത്. പിന്നീട് മത്സരം എൽ ഗ്രാൻഡെ അമേരിക്കാനെയും ജെ ഊസോയും തമ്മിലായി ചുരുങ്ങി ഇടുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിൽ എൽ ഗ്രാൻഡെ അമേരിക്കാനയെ ഊസോ സ്പ്ലാഷിലൂടെ ഒരു പിൻഫോളിലൂടെ പരാജയപ്പെടുത്തി ജെ ഊസോ 6ാമത്തെ റെസ്ലറായി ഈ ഒരു എലിമിനേഷൻ ചേംബറിലേക്ക് യോഗ്യത നേടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ജെ ഊസോയെ കൂടാതെ എൽ നൈറ്റ്, ജിവോൺ എവൻസ്, കോഡി റോഡ്സ്, റാൻഡി ഓർട്ടൺ, ട്രിക് വില്യംസ് തുടങ്ങിയവരാണ് എലിമിനേഷൻ ചേംബറിൽ ഈ ഞായറാഴ്ച ഏറ്റുമുട്ടാൻ പോകുന്നത്. ആരായിരിക്കും മെൻസ് എലിമിനേഷൻ ചേംബർ വിജയി? നിങ്ങളുടെ പ്രഡിക്ഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വുമൻസ് എലിമിനേഷൻ ചേംബറിലെ 6ാമത്തെ സ്പോട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാളിഫയർ മത്സരത്തിൽ ഇയോ സ്കൈ എന്ന വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻ, കൈറി സെയിൻ എന്ന കബൂക്കി വാരിയേഴ്സിലെ ടീം അംഗം, റോഡ്രിഗസ് എന്ന ജഡ്ജ്മെൻറ്റുടെ ടീമിലെ അംഗം, ഇവരാണ് തമ്മിൽ ഏറ്റുമുട്ടിയത്. ഈ മത്സരം ഒരു ഗുഡ് എന്ന് പറയാൻ സാധിക്കുന്ന മത്സരമായിരുന്നു. ഇയോ സ്കൈ വിജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു പ്രഡിക്ഷൻ ഇയോ സ്കൈക്ക് ഒപ്പമായിരുന്നു. പക്ഷേ എൻ്റെ പ്രഡിക്ഷൻസ് തെറ്റിച്ചുകൊണ്ട് റോഡ്രിഗസ് എന്ന് പറയുന്ന താരം കൈറി സെയിനെ പിൻ ചെയ്തിട്ട് മത്സരത്തിൽ വിജയിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ റോഡ്രിഗസും കൂടി വിജയിച്ചു കയറുമ്പോൾ ഇപ്പോൾ എലിമിനേഷൻ ചേംബറിലെ വുമൻസ് ചേംബറിലേക്കുള്ള 6 പേരും കൺഫേം ആയിട്ടുണ്ട്. ആസ്ക, ടിഫനി സ്ട്രാറ്റൻ, റിയ റിപ്ലി, റോഡ്രിഗസ്, അലക്സിയ ബ്ലിസ്, കിയാന ജെയിംസ് തുടങ്ങിയ 6 പേരാണ് ഈ വുമൻസ് എലിമിനേഷൻ ചേംബറിൽ ഈ ഞായറാഴ്ച ഏറ്റുമുട്ടാൻ പോകുന്നത്. ഇതിൽ ആർക്കാണ് വിജയസാധ്യത എന്നുള്ള നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 3ാമത്തെ അപ്ഡേറ്റ് റസൽമേനിയ 42ലേക്ക് പുതിയ മത്സരങ്ങൾ കൺഫേം ചെയ്തതിനെ സംബന്ധിച്ചാണ്. 2026 വുമൻസ് റോയൽ റംബിൾ വിജയിച്ച ലിവ് മോർഗൻ വുമൻസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫിനി വെക്കേറിൻ്റെ ചാമ്പ്യൻഷിപ്പിനാണ് റസൽമേനിയ 42ലേക്ക് ചലഞ്ച് പ്രഖ്യാപിക്കുന്നത്. മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടി നമുക്ക് അറിയാൻ സാധിച്ചു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടൊരു റൂമർ ഉണ്ടായിരുന്നു. ലിവ് മോർഗനും സ്റ്റെഫിനി വെക്കേറും തമ്മിലുള്ള ഒരു മത്സരം റസൽമേനിയ 42 നടക്കുമെന്നുള്ളത്. അത് ലിവ് മോർഗൻ റോയൽ റംബിൾ വിജയിക്കുന്നതിന് മുൻപേ വന്നിട്ടുള്ള റൂമർ ആയിരുന്നു. അതിപ്പോൾ ശരിയാകുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റുമാണ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ റസൽമേനിയ 42ലേക്ക് ഒരു ഓപ്പൺ ചലഞ്ച് ഇട്ടിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും ബ്രോക്കിനെ ചലഞ്ച് ചെയ്യാമെന്നുള്ളതാണ് പോൾ ഹേമൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ ഈ ഒരു ഓപ്പൺ ചലഞ്ച് അതൊരു മിസ്റ്ററി റെസ്ലറിനെ പോലെ കാണിച്ച് റസൽമേനിയ വരെ കൊണ്ടുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബ്രോക്ക് ലെസ്നർ റസൽമേനിയ 42 വരെ കുറേയധികം റോ എപ്പിസോഡ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റോ എപ്പിസോഡ്സിലൊക്കെ ബ്രോക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു എതിരാളി ഈ റോ എപ്പിസോഡ്സിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ബ്രോക്കിനെ എതിരെ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്യൂഡ്, ഒരു സ്റ്റോറി അവർക്ക് ബ്രോക്കിൻ്റേതായിട്ട് ഈ എതിരാളിക്കെതിരെ റസൽമേനിയ 42ലേക്ക് കാണിക്കാൻ സാധിക്കും. ഈ 2 മത്സരങ്ങൾ കൂടി റസൽമേനിയ 42ലേക്ക് ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ ഒഫീഷ്യലി കൺഫേം ചെയ്യുകയുണ്ടായി. 4ാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ ഇടയിലൂടെ ഇഞ്ചുറി പറ്റിയ ബ്രോൺസൺ റീഡിൻ്റെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. മൈക്കൽ കോൾ എന്ന് പറയുന്ന കമൻറ്റേറ്റർ പങ്കുവെക്കുന്ന ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ ആ ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: അനിശ്ചിത കാലത്തേക്ക് ബ്രോൺസൺ റീഡിന് ഇഞ്ചുറി മൂലം മാറി നിൽക്കേണ്ടി വരും എന്നുള്ളതാണ് മൈക്കൽ കോൾ പങ്കുവെക്കുന്നത്. ഇതിലെ ഒരു നെഗറ്റീവ് പാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ വിഷൻ ടീമിലെ ഒറിജിനൽ മെമ്പേഴ്സ്, അതായത് ലീഡറായ സെത്ത് റോളിൻസ്, മെമ്പേഴ്സായ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവർക്കൊക്കെ ഇപ്പോൾ ഇഞ്ചുറി കാരണം മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. അതും റിയൽ ആയിട്ടുള്ള ഇഞ്ചുറികളാണ്. അപ്പോൾ ദ വിഷൻ ടീമിൻ്റെ OG മെമ്പേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന റെസ്ലേഴ്സിനൊക്കെ ഇഞ്ചുറി പറ്റി അവർ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ദ വിഷൻ ടീമിനെ സംബന്ധിച്ച് ട്രിപ്പിൾ എച്ച് തയ്യാറാക്കിയ പദ്ധതികളൊക്കെ അപ്പാടെ തകർന്നു പോകുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഓൾറെഡി ബ്രോൺ ബ്രേക്കറിനെ ഉപയോഗിച്ചുകൊണ്ട് റസൽമേനിയ 42 അവർക്കൊരു ബിഗ് പ്ലാൻ ഉണ്ടായിരുന്നു. അത് നടന്നില്ല. അതിന് പകരം ബ്രോൺസൺ റീഡിനെ ഇടാമെന്ന് അവർ വിചാരിച്ചു. പക്ഷേ റോ എപ്പിസോഡിൽ ചെറിയൊരു രീതിയിലെങ്കിലും ഒരു ഇഞ്ചുറി ബ്രോൺസൺ റീഡിന് നേരിടേണ്ടി വന്നു. കൈക്കാണ് ഇഞ്ചുറി പറ്റിയത് എന്നുള്ളതും കൂടി നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി റിപ്പോർട്ടുകളൊന്നും ഇതുവരെ യാതൊരുവിധ വെബ്സൈറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പെട്ടെന്നുള്ള ഒരു റിക്കവറി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എജ് സ്റ്റൈൽസിന് കൊടുത്ത ട്രിബ്യൂവിനെ സംബന്ധിച്ചാണ്. എല്ലാ ഫാൻസും വളരെ പോസിറ്റീവായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡിൽ ഏറ്റെടുത്ത ഏക സെഗ്മെൻറ്റ് എജ് സ്റ്റൈൽസിന് കൊടുത്ത ട്രിബ്യൂ ആണ്. എജ് സ്റ്റൈൽസ് വേഴ്സസ് ഗുന്തർ തമ്മിൽ നടന്ന എജ് സ്റ്റൈൽസിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചിനേക്കാൾ എല്ലാവരും വളരെ പോസിറ്റീവോട് കൂടി സംസാരിക്കുന്നതും ഈ ഒരു ട്രിബ്യൂ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എജ് സ്റ്റൈൽസ് എന്ന് പറയുന്ന റെസ്ലറിന് ഒരു ട്രിബ്യൂ കൊടുക്കുമ്പോൾ 2016 WWE ഡെബ്യൂ തൊട്ട് 2026 അദ്ദേഹത്തിൻ്റെ കിലർ വരെ പറഞ്ഞു പോയാൽ മതി എന്നുണ്ടെങ്കിലും WWE കൃത്യമായിട്ട് അറിയാം എജ് സ്റ്റൈൽസ് എവിടെ നിന്നാണ് വളർന്നത്, എജ് സ്റ്റൈൽസിനെ ആരാണ് ഇങ്ങനെ ആക്കിയത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു പേര് മെൻഷൻ ചെയ്യാതെ ഒരിക്കലും ഈ ഒരു ട്രിബ്യൂ കൊടുത്താൽ ഫാൻസ് ഏറ്റെടുക്കില്ല എന്നുള്ളത് അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ടീന റെസ്ലിങ്ങിനെ കൃത്യമായി മെൻഷൻ ചെയ്തു. ടീന റെസ്ലിങ്ങിനെ മെൻഷൻ ചെയ്തു എന്നുള്ളത് മാത്രമല്ല, വീഡിയോ പാക്കേജിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, ടീന റെസ്ലിങ്ങിലെ എജ് സ്റ്റൈൽസിൻ്റെ തന്നെ ഏറ്റവും വലിയ എതിരാളികളെയൊക്കെ അവർക്ക് ഇന്ന് ബാക്ക് സ്റ്റേജ് സീക്വൻസിലൂടെ ആണെങ്കിൽ പോലും കൊണ്ടുവരാൻ സാധിച്ചു. ആ എജ് സ്റ്റൈൽസിൻ്റെ ഒരു എല്ലാവരും കൂടിയിട്ട് കൈയടിച്ച് വലിയൊരു ആദരവ് കൊടുക്കുന്ന ഒരു രംഗത്തിൽ പോലും ടീന റെസ്ലിംഗ് റെസ്ലേഴ്സൊക്കെ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതായത് TNA റെസ്ലിങ്ങിൻ്റെ നിലവിൽ ആക്റ്റീവായിട്ടുള്ളവരും അവരുടെ ഹോൾ ഓഫ് ഫെയിമിലേക്ക് പോയിട്ടുള്ളവരും അവരുടെ ലെജൻഡ്സ് എന്ന് പറയാൻ സാധിക്കുന്ന കുറേയധികം റെസ്ലേഴ്സിനെയും വ്യക്തികളെയും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. റോ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗങ്ങളിലും റിംഗിലേക്ക് TNA റെസ്ലിംഗ് താരങ്ങളും WWE താരങ്ങളും വന്നിട്ട് എജ് സ്റ്റൈൽസിനെ തോളിലിരുത്തിക്കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഫെയർവെൽ എജ് സ്റ്റൈൽസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ WWE വിഷൻ വളരെ കൃത്യമാണ്. ഒരു റെസ്ലറിന് ഒരു ട്രിബ്യൂ കൊടുക്കുമ്പോൾ അതും എജ് സ്റ്റൈൽസിനെ പോലെ എല്ലാ കമ്പനികളിലും തിളങ്ങി നിന്ന് WWE പുറത്ത് തന്നെ ഒരു ബ്രാൻഡായി മാറിയിട്ട് പിന്നീട് കമ്പനിയിലേക്ക് വന്ന റെസ്ലറിന് ഒരു ട്രിബ്യൂ കൊടുക്കുമ്പോൾ അത് എല്ലാവരും ഏറ്റെടുക്കണം. എല്ലാവരും അതിലൊറ്റ സ്വരത്തിൽ പോസിറ്റീവാണെന്നുള്ള രീതിയിൽ അഭിപ്രായങ്ങൾ പങ്കുവെക്കണം. അത്തരത്തിലുള്ള ഒരു ഫീഡ്ബാക്ക് ലഭിക്കണം. ആ ഒരു ഫീഡ്ബാക്ക് ലഭിക്കാൻ വേണ്ടി TNA റെസ്ലിംഗ് എന്ന് പറയുന്ന കമ്പനിക്ക് വളരെ പ്രാധാന്യം അവർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഹോൾ ഓഫ് ഫെയിം എന്ന് പറയുന്ന ആ ഒരു ഇൻഡക്റ്റ് ആ ഒരു ഭാഗം കൂടി ആഡ് ചെയ്യുമ്പോൾ ഒരു സർപ്രൈസ് എലമെൻറ്റും കൂടി അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അങ്ങനെ മൊത്തത്തിൽ WWE ഫാൻസിനെയും പ്രോ റെസ്ലിംഗ് ഫാൻസിനെയും സന്തോഷിപ്പിക്കാൻ എജ് സ്റ്റൈൽസിൻ്റെ ഈ ഒരു ട്രിബ്യൂ സെഗ്മെൻറ്റ് കൊണ്ട് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റ് അവർ കളർഫുൾ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.